പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കല്യാണം ഒന്നല്ല, പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ഭർത്താവ് മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളായിട്ട് കല്യാണം കഴിക്കുന്നു. ആർക്കാണെങ്കിലും ഒരു സംശയം വരാം, ഇതിനു മുമ്പും ഈ ഒരു ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഒരിക്കലും ഇല്ല. മരിക്കുന്നതിന് മുന്നേ എനിക്ക് അവിഹിതം ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തെന്നാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ്, ഐ ലവ് യു അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ വരാൻ. അവൻ ഐ ലവ് യു പറയുമ്പോഴേക്കും ഞാൻ അവൻ്റെ പിന്നാലെ പോകണമെന്നില്ല. എൻ്റെ അവിഹിതം പിടിച്ചിട്ട് ഇക്ക തൂങ്ങി മരിച്ചു എന്നൊന്നും എവിടെയും പറയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് ഇക്ക മരിച്ചതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലോ. പലരും അഭിനയമാണല്ലോ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ അഭിനയം അല്ലല്ലോ. അവനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മകളെ ഞാൻ തല്ലും. എൻ്റെ മോനോട് ചോദിച്ചിരിക്കുകയാണ്, നിൻ്റെ ഉമ്മ രാത്രി ആർക്കെങ്കിലും വിളിക്കാറുണ്ടോ? എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെ. അതിലിപ്പോൾ കാമുകന്മാരാണ് ബാക്കിയുള്ളതാണെന്ന് പറയണവർ അവർ പറഞ്ഞ് തെമ്മാടിത്തരം പറയാന്നല്ലാണ്ട് നമുക്ക് അതിലൊരു ബന്ധമില്ല. എത്ര കാമുകന്മാർ ഉണ്ടായിട്ടുണ്ട്? കുറേ കാമുകന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവള്. ഇക്ക മരിക്കുന്നതിന് മുന്നും എന്നെ നല്ല രീതിയിലാണ് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് കാര്യങ്ങൾ, എൻ്റെ മക്കളിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പോഴും അവൾക്ക് അസൂയാണ്. ഏത് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്? അതൊന്നും ഞാൻ പറയില്ല. എന്താ ആർഭാടാണ്? ഡ്രസ്സ് കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുമോ? നല്ല ഡ്രസ്സുകൾ ഞാനല്ല പറഞ്ഞു. പിന്നെ അടിച്ചു പൊളിക്കുന്നു, ദൂർത്തടിക്കുന്നു പറഞ്ഞാൽ എനിക്ക് മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കീറിയതും മാറിയതും ഇട്ട് നടക്കലും ബാക്കിയുള്ളതും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാണ്ട് എന്താ പറയാ ചമ്മന്തി കഞ്ഞി എൻ്റെ മക്കൾക്ക് കാണിച്ചിട്ടും കണ്ണീര് കൽപ്പിച്ചിട്ടൊന്നും എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അവരാണ് കമന്റ് ഇടുന്നവർ വെറും മോശം കമന്റുകളും അല്ലെങ്കിൽ ദൂർത്തടിക്കണം അങ്ങനെ ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ എനിക്ക് ലക്ഷ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. മഷൂറായിട്ട് പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. 50 ആൾ റിപ്പോർട്ട് അടിച്ച് നിന്റെ ചാനലിൽ പോയി കിട്ടും, നീ വല്ലാണ്ട് തുള്ളണ്ടാന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. ഇപ്പോൾ ഷാജിദ പൊതുവെ ഈ 5 മക്കളെയും കാണിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കുന്നതെന്നൊരു ആരോപണം. സോഷ്യൽ മീഡിയയിൽ എന്ത് പണം എനിക്ക് കിട്ടുന്നത്? കാരണം ഉപ്പ മരിച്ചത് പറഞ്ഞാൽ എത്തി മക്കള്, ആ എത്തി മക്കൾക്ക് ഞങ്ങൾ ഇന്നത് പൈസ അയക്കാമെന്ന് നേർച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ അടുത്തും എൻ്റെ ഈ 5 മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണമെന്ന് ഞാൻ ഒരാളുടെ അടുത്തും കെഞ്ചിയിട്ടില്ല. ആരോപണം വരുന്നുണ്ട് ഷാജിദ വെറും പിഴയാണെന്നുള്ള രീതിയിൽ സംസാരം. പിഴയാണെന്ന് തെളിയിക്കാൻ അവളുടെ വല്ല തെളിവുണ്ടെങ്കിൽ അവൾ കൊണ്ടിട്ടെ. പഴയാണെന്ന് പറയുന്നതിന് ഇപ്പം ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നൊന്നും ഒരാളുടെ കൂടെ പോവുക ഇതാക്കുക കറങ്ങാനോ നിന്നിട്ടില്ല. എന്നെ തല്ലാനൊക്കെ വന്നു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഷാജിദ പൊതുവെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പറച്ചിലുണ്ട്, പ്ലാൻ ചെയ്ത വിവാഹമായിരുന്നു ഷാജിദ എന്ന്, 2ാം വിവാഹം. അങ്ങനെ പരക്കൊരു ആരോപണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാനിങ് ഒന്നുമില്ല. പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള കല്യാണം ഒന്നല്ല. എന്താ പറയാ പരസ്പരം ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ഞങ്ങള് എന്താണ് അവൻ നാട്ടിൽ വന്നു, വിളിച്ചു, സംസാരിച്ചു, കണ്ടു, അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഒരു പ്ലാനിങ് ഒന്നും ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ നാത്തൂൻ എന്ന് പറഞ്ഞ ആളുടെ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇക്ക മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവക്ക് വേറൊരു അവിഹിതം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ പൊതുവെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ആളായിട്ട് കല്യാണം കഴിക്കുന്നു. ആർക്കാണെങ്കിലും ഒരു സംശയം വരാം, ഇത് അദ്ദേഹമാണോ? പെട്ടെന്നല്ലല്ലോ, ഇതിപ്പോ ഇക്ക മരിച്ചിട്ട് 1 വർഷം 3 മാസം കഴിഞ്ഞില്ലേ. പക്ഷെ ഇതിനു മുമ്പും ഈ ഒരു ബന്ധമുണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. ഒരിക്കലും ഇല്ല. ഇക്ക മരിക്കുന്നതിന് മുന്നേ ഞാൻ പറയട്ടെ, നാത്തൂൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപരാധം എന്ന് പറഞ്ഞാല് അവള് പ്രചരിപ്പിച്ചത് ഇക്ക മരിക്കുന്നതിന് മുന്നേ എനിക്ക് അവിഹിതം ഉണ്ട്, അതുകൊണ്ടാണ് അവൻ അറിഞ്ഞതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തെന്നാണ്. ഒരിക്കലും അല്ല. അങ്ങനെ അറിഞ്ഞ ഒരാളാണെങ്കിൽ ഇക്കാക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ശരിക്കും തെളിവ് മുന്നിൽ കൊണ്ടുവരായിരുന്നു. ഒരിക്കലും ഇപ്പം നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക, നിങ്ങളുടെ ഭാര്യനായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ സംസാരിച്ച് അതിനുള്ള തെളിവ് കാര്യങ്ങൾ പിടിച്ച് അല്ലേ. ഇപ്പൊ എന്റെ അവിഹിതം പിടിച്ചുകൊണ്ട് അവൻ കയ്യോടെ പൊക്കിയതുകൊണ്ടാണെന്നാണ്. ഇക്ക മരിക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ നാട്ടില്, ഇക്ക അവിടെ വർക്ക് ചെയ്യണം. അവിടെ എത്രയോ 10-60 കിലോമീറ്റർ ഡിഫറൻറ്റ് ഉണ്ട്. എങ്ങനെ എന്നെ കയ്യോടെ, അങ്ങനെ പറഞ്ഞാൽ കയ്യോടെ പൊക്ക പറഞ്ഞ റൂമിൽ ഒരാളെ പിടിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് കയ്യോടെ പൊക്കല്ലേ എനിക്കറിയാം. കയ്യോടെ വെള്ളം പൊക്കിയതിന്റെ ശേഷം അവൻ തൂങ്ങി മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അതെന്നെ നോണയല്ലേ. വേണമെങ്കിൽ അത് ഇങ്ങനെയും വരാം, നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട്. ഇല്ല, നേരത്തെ കണ്ടുപിടിക്കാൻ മാത്രം അതിന് അങ്ങനെ കണ്ടുപിടിച്ച ആൾക്ക് അതിൻ്റെതായ കാര്യങ്ങൾ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ആൾക്കത് പുറത്ത് പറയാം, പുറത്ത് ആള് ചോദിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്നാമത്തെ ഇൻസ്റ്റഗ്രാമിൽ കാര്യങ്ങൾ മെസ്സേജ് പൊതുവേ ഓരോരുത്തർ മെസ്സേജ് ചെയ്യും, ഹായ് ഹലോ അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. ചിലപ്പോൾ ഇവർക്ക് പറ്റാത്ത മെസ്സേജസ് ഒക്കെ കണ്ടു പറഞ്ഞാൽ ഇവര് എന്നോട് ചൂടാവാറുണ്ട്, തല്ലൂടാറുണ്ട്, എല്ലാം ഉണ്ട്. ഹസ്ബൻഡ് ഞാൻ റീൽസ് ഇടുമ്പോൾ പൊതുവേ റീൽസിൽ ചിലപ്പോൾ ഇങ്ങനത്തെ കമന്റ്സ്, ഐ ലവ് യു അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ
അപ്പം ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല കമൻസും വരും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവൻ ഐ ലവ് യു പറയുമ്പോഴേക്കും ഞാൻ അവൻ്റെ പിന്നാലെ പോകണമെന്നില്ല. അങ്ങനെ ഇപ്പോൾ ആണുങ്ങളാകുമ്പോൾ പൊതുവെ അവർക്ക് കാണുമ്പോൾ ദേഷ്യം വരുമല്ലോ, ആ ഒരു ഇതിൽ അവർ തല്ലുകൂടിയിട്ടുണ്ട്. എന്നല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇക്ക എൻ്റെ അവിഹിതം പിടിച്ചിട്ട് ഇക്ക തൂങ്ങി മരിച്ചു എന്നൊന്നും എവിടെയും പറയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തെളിവ് അവർ കൊണ്ടുവരട്ടെ. അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് തെളിവ് കണ്ടല്ല. അങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ എനിക്ക് ഇക്ക മരിച്ചതിൽ ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുമല്ലോ, ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ടതാണല്ലോ. പക്ഷെ ഞാൻ അത്രയും എൻ്റെ കോലം എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും അറിയാം. ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ എങ്ങനെ മാനസികമായിട്ട് തകർന്നിട്ടുണ്ടായിരുന്നു എന്ന് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, ബാക്കിയുള്ളവർക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം. അപ്പം അതന്നെ അതിനുള്ള ഉദാഹരണം തെളിവാണല്ലോ. അങ്ങനെ ഇപ്പം എനിക്ക് ഇവനെ ഈ ഒരു കാമുകനെ എനിക്ക് വെച്ചിട്ടാണ് പറഞ്ഞാൽ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത്. ഇപ്പം മരിച്ചാലും എനിക്ക് ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത്, സങ്കടം വേണ്ടല്ലോ. അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അഭിനയമാണല്ലോ കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. എൻ്റെ അഭിനയം അല്ലല്ലോ, എൻ്റെ അഭിനയമല്ല. എൻ്റെ അഭിനയമാണ് പറഞ്ഞാൽ അതിനുള്ള ഇപ്പോൾ നമ്മൾ മാനസികമായിട്ടുള്ള വേറെ ഡോക്ടേഴ്സിനെ കാണുക, അങ്ങനെയുള്ള ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് ഭയങ്കര സങ്കടം പിടിച്ചോണ്ടിരുന്നിട്ട് അകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് കിടക്കുന്ന ഒരു അങ്ങനെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അങ്ങനെയല്ല. അല്ല, അതെൻ്റെ മക്കൾ സാക്ഷിയാണ്. ഇപ്പൊ പിന്നെ അവർ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മക്കളെ, മൂത്ത മോനെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പുറത്ത് പറയാതിരിക്കാനായിട്ട്, ഭർത്താവിനോട് പറയാതിരിക്കാനായിട്ട് അവനെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ മക്കളെ ഞാൻ തല്ലും, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേട്ടില്ലേ ഞാൻ തല്ലും, ബാക്കിയുള്ളത് ചെയ്യും. അതുപോലെ തന്നെ എനിക്ക് പൊതുവെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സുകളായിട്ടൊക്കെ കമ്പനി ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് വരലും കാര്യങ്ങളും എൻ്റെ ഇക്കാനായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് വിളിക്കും, സംസാരിക്കും ഒക്കെ ചെയ്യും. ഇപ്പം എൻ്റെ മകനെ അതിന് വേണ്ടിയിട്ട് ഞാൻ തല്ലിയിട്ട് അവനെ ഇതാക്കേണ്ട ആവശ്യമില്ല. അല്ല, മകനെ അതിനു വേണ്ടി തല്ലിന്നല്ല പറഞ്ഞത്. നിങ്ങളുടെ ഈ അവിഹിതം മോൻ അറിയാം? ഒരിക്കലല്ല. വേണമെങ്കിൽ മോനായിട്ട് സംസാരിക്കാലോ, അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് അവനോട് ചോദിക്കാലോ. ഒരിക്കലും ഞാൻ അവനെ അതിന് വേണ്ടി തല്ലി ഇതാക്കിയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നാത്തൂനാണ്. അവള് ഈ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിൽ ഒരിക്കൽ വിരുന്ന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മോന്. വിരുന്ന് പോയ ടൈമിൽ എൻ്റെ മോനോട് ചോദിച്ചിരിക്കുകയാണ്, നിന്റെ ഉമ്മ രാത്രി ആർക്കെങ്കിലും വിളിക്കാറുണ്ടോ, ആരിനായിട്ടും സംസാരിക്കാറുണ്ടോ എന്ന് ഇവള് ചോദിച്ചിട്ടുണ്ട് മോനായിട്ട്. അങ്ങനെ ഇപ്പം ഇവനായിട്ട് കുത്തി ചോദിക്കുമ്പോൾ കുട്ടിക്ക് അറിയാം എന്തായാലും നമ്മൾ 10ാം ക്ലാസ്സിലെ കൂട്ടുകാരനായിട്ടൊക്കെ നമ്മൾ കോൺഫറൻസ് കോളും അല്ലാത്ത കോളും സംസാരിക്കലും ഇവനിക്കറിയാം. അപ്പം ഇവൻ എന്ത് പറഞ്ഞു, ആ അമ്മ വിളിക്കാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ടും ഗൾഫിലത്തെ ആൾക്കാരും ചെക്കന്മാരും നാട്ടിലത്തെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ 10-11 മണിക്കൊക്കെ ആയിരിക്കും കോൺഫറൻസ് കോളും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ഈ കുട്ടികൾ കാണാറുണ്ട്, വീഡിയോ കോളിലൂടെ അവരിനൊക്കെ കാണാറുണ്ട്. അപ്പം മോൻ പറഞ്ഞു ആ വിളിക്കാറുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ. അതിനാണ് ഇവള് പറഞ്ഞുണ്ടാക്കിയത് ഞാൻ അത് പറയാണ്ടിരിക്കാൻ മോനെ ഞാൻ തല്ലാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ. ആ മോനെ ഞങ്ങളോട് പറഞ്ഞു. ഇത് വിളിച്ചത് എപ്പോഴായിരുന്നു? ഏത്? ഈ ഭർത്താവ് മരിച്ചതിന് ശേഷമാണ്? ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ എൻ്റെ 10ാം ക്ലാസ്സിലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ വരലുണ്ട്, സംസാരിക്കലുണ്ട്. എൻ്റെ ഹസ്ബൻഡ് തന്നെ അവരിനായിട്ട് വിളിക്കലുണ്ട്. ഈ മരിച്ചതിന് ശേഷം അവരൊക്കെ വിളിക്കും കാര്യങ്ങളുണ്ട്. ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും ഫ്രണ്ട്ഷിപ്പ് തന്നെ. അതിലിപ്പോൾ കാമുകന്മാരാണ് ബാക്കിയുള്ളതാണെന്ന് പറയണവർ അവർ പറഞ്ഞ് തെമ്മാടിത്തരം പറയാന്നല്ലാണ്ട് നമുക്ക് അതിലൊരു ബന്ധമില്ല. അപ്പം എപ്പോഴും എനിക്ക് ആൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്, പെൺകുട്ടികളായിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോഴും വിളിക്കലും സംസാരിക്കലും എല്ലാം ഉണ്ട്. എൻ്റെ ഇക്ക മരിച്ചപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ പറയും പോലെ ഒരു നാത്തൂനാണോ പ്രശ്നമുള്ളൂ? ഒരു നാത്തൂന് തന്നെ പ്രശ്നമുള്ളൂ. 2 ആളാണ്. അതിലത്തെ മൂത്തൊരു പെങ്ങളുണ്ട്. അത് നല്ല സപ്പോർട്ടായിരുന്നു. ഇക്കാനായിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇഷ്ടമാണ്. ഇക്ക എന്തുണ്ടെങ്കിലും ആ പെങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പം ഇക്ക വരുന്ന ടൈമിൽ ട്രെയിൻ ഇറങ്ങിയിട്ടൊക്കെ അവിടെ വരികയാണ് പറഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലാണ് ആ താത്താക്ക് പണി. അവർക്ക് 4 പെൺകുട്ടികളാണ്. ഭർത്താവ് കുറച്ച് മോശമാണ്. മോശം എന്ന് പറഞ്ഞാൽ കുടുംബം നോക്കാത്ത ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ തന്നെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്ക വരുന്ന ടൈമിലും ഉള്ള പൈസ കൊടുക്കലും കാര്യങ്ങളും നമ്മൾ പോവലും കാണലും ഒക്കെ ഉണ്ട്. ആ നാത്തൂന് എന്നെ ഒരപരാധം പറഞ്ഞുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ നാത്തൂനിക്കാണ് കുറച്ച് ഇത് കൂടുതൽ. ഈ നാത്തൂനാണ് മൊത്തത്തിൽ അവൾക്ക് ഫസ്റ്റ് മുതലേ ഉള്ള പ്രശ്നം. അവൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് വരുമായിരുന്നു. പഴയ ആ ഒരു പണ്ട് മുതലേ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞതിന് മുതലേ ഇവള് എനിക്ക് പാര വെച്ചവളാണ്. അപ്പൊ അന്ന് മുതലേ എനിക്ക് കാമുകന്മാരനെ ഉണ്ടാക്കലാണ് ഇവളുടെ പണി. എത്ര കാമുകന്മാരെ ഉണ്ടായിട്ടുണ്ട്? കൊറേ കാമുകന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഗർഭം കൂടെ ഉണ്ടാക്കി തന്നാണോ? അതിന്റെ കൂടെ ഇപ്പൊ ഒരു ഗർഭം ഉണ്ടാക്കി. അതും ഭർത്താവ് മരിച്ചതിന്റെ ശേഷമുള്ള ഗർഭം. എനിക്ക് ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 5 എൻ്റെ ഇക്കാന്റെ മക്കളാണ്.
എന്നെ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. എൻ്റെ ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് കാണാൻ എനിക്കിപ്പോൾ ഏത് ഡോക്ടറിന് വേണമെങ്കിലും വന്ന് ചെക്ക് ചെയ്യാം. എനിക്ക് ആ ഗർഭം ഉണ്ടായിട്ടുണ്ടോ, എൻ്റെ വയറ്റിൽ അങ്ങനെ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അറിയുമല്ലോ. ഞാൻ റെഡിയാണ്, അതിന് ഞാൻ റെഡിയാണ്. എനിക്ക് പേടിയില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഗർഭം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ എന്തിനു പേടിക്കണം? അപ്പോൾ അവൾക്ക് എന്താണ് അസൂയ എന്ന് വെച്ചാൽ, ഇക്ക മരിക്കുന്നതിന് മുന്നും എന്നെ നല്ല രീതിയിലാണ് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല ഡ്രസ്സ് കാര്യങ്ങൾ, എൻ്റെ മക്കളിൽ നല്ല സ്നേഹത്തിലാണ്. അപ്പോഴും അവൾക്ക് അസൂയാണ്. ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ തളർന്നിട്ടില്ല, നല്ല രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകണ്ടല്ലോ, അത് അവൾക്ക് പറ്റുന്നില്ല. അത് കാണുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഇതാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് നുണ പറഞ്ഞു, അവളുടെ ഏട്ടന്മാരെ കുറിച്ച്, മൂത്ത ആങ്ങളാരെ കുറിച്ചിട്ട്. അവൾക്ക് എന്തറിഞ്ഞിട്ട് അവൾ സംസാരിക്കുന്നത്? അവർ കടയിട്ടതും ബാക്കിയുള്ളതും ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, ഈ പെങ്ങന്മാർക്കൊന്നും അറിയില്ല. കടയിട്ടതും ബാക്കിയുള്ളതും മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവല്ലേ ഉള്ളൂ, അല്ലാണ്ട് അവർ ഇതിൽ ഇൻക്ലൂഡ് അല്ല. അവർ ഈ കാര്യത്തിലേ അറിയില്ല, അവർക്ക് ഈ കാര്യമേ അറിയില്ല. പിന്നെ എങ്ങനെ അവൾ ഞാൻ പറഞ്ഞൊക്കെ നുണയെന്ന് പറയാം? ഇൻ്റർവ്യൂവിൽ ഞാൻ ഏട്ടന്മാരെ കുറിച്ച് പറഞ്ഞൊക്കെ നുണയെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ അവൾക്കറിയാം? അനുഭവിച്ച എനിക്കല്ല അറിയുള്ളൂ. ഞങ്ങളാണല്ലോ എൻ്റെ സ്വർണ്ണവും കാര്യങ്ങളും വെച്ചിട്ടാണല്ലോ ഈ സംഭവം തുടങ്ങിയത്. പിന്നെ എങ്ങനെ അവളുടെ ആങ്ങളെ ബാക്കിയുള്ളത് കൊണ്ടുവന്നിട്ട് ഇതാക്കുക? അങ്ങനെയൊക്കെയാണ് അവൾ പറഞ്ഞുണ്ടാക്കിയത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യങ്ങൾ പൊതുവെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാനായിട്ട്, അത് ശരിക്കും പറഞ്ഞ എന്താ അതിന്റെ ഒരു കാരണം? കാരണം പറഞ്ഞ വേറെ ഒന്നുമല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഉള്ളൂ. ഞാൻ എന്റെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് പറയല്. കാരണം ഞാൻ യൂട്യൂബിലുള്ളതുകൊണ്ട് എന്റെ കാര്യങ്ങൾ ഫുൾ ഷെയർ ചെയ്യുന്നത് ഞാൻ യൂട്യൂബിലൂടെയാണ്. എന്റെ വീഡിയോസ് കാര്യങ്ങളാണ്, അല്ലാണ്ട് ഇവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം ആര് പറഞ്ഞാലും ആ സാധനം എടുത്ത് അതിന് വിമർശിക്കാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും ഇതുണ്ട്. അപ്പോൾ ആ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേനും ആ രണ്ടുപേരും ഇപ്പോൾ ഷാജിദ് ആണെങ്കിലും അതിനെതിരെ റിയാക്ട് ചെയ്യാനോ അവർ തെറി പറയാനോ ഒന്നും ഒരു കാര്യമില്ല. ഷാജിദ് ആണെങ്കിലും അതിനെതിരെ റിയാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുവരെ റിയാക്ട് ചെയ്ത പോലെയല്ല. ഒരു ഗർഭമൊക്കെ ഒരു പെണ്ണിനെ ഉണ്ടാക്കും പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് റിയാക്ട് ചെയ്ത് പോവില്ല. അതിനെതിരെ കേസ് കൊടുക്കണം. കേസ് കൊടുക്കാൻ ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അവള് സാക്ഷികളും ബാക്കിയുള്ളതും കൂടി കൊണ്ടുവരട്ടെ. അല്ല, അത് ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ട് എത്ര നാളായി? ഞാൻ സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഇട്ട ആൾക്കാരുടെ ഒക്കെ ചാനലുകൾ വാച്ചിങ് ആണ്. അല്ല, ചാനലുകാരല്ലോ ഇത് പറഞ്ഞേക്കണത്. അല്ല, ഇത് പറഞ്ഞ ചാനലിലാണല്ലോ അവളുടെ വോയിസ് ഇട്ടിരിക്കുന്നത്, അല്ലാണ്ട് അവള് നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ഒരു സെഫീന ബീവി അവരുടെ ഗ്രൂപ്പിലാണ് ഈ വോയിസ് ഇട്ടിരിക്കുന്നത്. ആ ഗ്രൂപ്പിലത്തെ ഒരു പെണ്ണാണ് എടുത്തിട്ട് ഈ ചാനലിൽ ഇട്ടത്. അപ്പൊ ചാനലുകാരനാണല്ലോ പൊതുവെ ഇതാക്കുക. ഏത് ചാനലിലാണോ ഇട്ടിരിക്കുന്നത് ആ വോയിസ്, ഏത് ചാനലിലാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ ചാനലുകാരനാണ് സൈബർ സെല്ല് ഇതാക്കുക കൊടുത്തിരിക്കുന്നത്. ഏത് സ്റ്റേഷനിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്? അതൊന്നും ഞാൻ പറയില്ല. അതൊന്നും ഞാൻ പുറത്ത് പറയേണ്ട സംഭവമല്ല. അതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പുറത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. പുറത്ത് കേസ് കൊടുത്തിട്ടുണ്ട്? ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര നാളായി ഇത് കൊടുത്തിട്ട്? ഇപ്പോ റീസെന്റ് ആയിട്ടുള്ളൂ, കുറച്ചായിട്ടുള്ളൂ കൊടുത്തിട്ട്. ഇപ്പൊ ഇത് വന്നതിന് ശേഷം, ഇവര് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതിന് മുമ്പ് കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ കുറേ കാശൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു. ഈ കാശൊക്കെ കിട്ടി ആ കാശ് കൂട്ടി വെച്ചിട്ട് പഠിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം, ആർഭാട ജീവിതം, ദൂർത്തടിച്ച ജീവിതം, പിന്നെ ഭയങ്കരമാണ് ഉള്ളൊരു ജീവിതം ജീവിക്കണമെന്ന് പറഞ്ഞു. എന്താ ആർഭാടാണ്? ഡ്രസ്സ് കീറിയ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുമോ? നല്ല ഡ്രസ്സുകൾ ഞാനല്ല പറഞ്ഞത്, സോഷ്യൽ മീഡിയ പറയണതാ. അല്ല, ഞാൻ പറയട്ടെ, എനിക്ക് വന്ന പൈസ എന്ന് പറഞ്ഞാൽ സർജറിക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആകെ വന്നത് 50,000 രൂപയാണ് എനിക്ക് വന്നത്. അതിന് ഞാൻ 20,000 ചേർത്തിട്ടാണ് ഞാൻ ജൂബിലി മിഷനിൽ പോയിട്ട് സർജറി ചെയ്തത്. പിന്നെ അടിച്ചു പൊളിക്കണം, ദൂർത്തടിക്കണം പറഞ്ഞാൽ എനിക്ക് മാസം എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനമുണ്ട്. എനിക്ക് അതിനനുസരിച്ച് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നതിനനുസരിച്ച് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം. നല്ല രീതിയിൽ സമൂഹത്തിലെ ഓരോ ആൾക്കാരും എങ്ങനെ നടക്കണം അതുപോലെ ഞാൻ സമൂഹത്തിൽ നല്ല രീതിയിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് കീറിയതും മാറിയതും ഇട്ട് നടക്കണം, ബാക്കിയുള്ളതും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കാണ്ട് എന്താ പറയുക ചമ്മന്തി കഞ്ഞി എൻ്റെ മക്കൾക്ക് കാണിച്ചിട്ടും കണ്ണീര് ഒലിപ്പിച്ചിട്ടൊന്നും എനിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. പിന്നെ നിനക്ക് പണിക്ക് പോയിക്കൂടെ ചോദിക്കും. എൻ്റെ പണി ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ചെയ്യണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾ ഇതാ ഈ വീഡിയോസ് എടുക്കണു, നിങ്ങളുടെ വർക്ക് നിങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ എൻ്റെ യൂട്യൂബിലുള്ള പണി ഞാൻ ചെയ്യണു, ഞാൻ വരുമാനം ഉണ്ടാക്കണം. അതിലൊരാൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ല, ഇതിപ്പോ അസൂയപ്പെടുകയല്ല അവർ പറയണത്. അവർ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അവർ പറയണ അസൂയപ്പെടുകയല്ല. പണ്ട് ഇതുപോലെ അല്ല നടന്നത്. ഏത് പണ്ട്? പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇപ്പൊ ദൂർത്തടിച്ച് നടക്കാൻ പറ്റുമോ? ഭർത്താവ് മരിച്ച ആ ഒരു ഇതിലല്ല നടക്കുക. ദൂർത്തടിച്ച് നടന്നല്ല പറഞ്ഞു. ഭർത്താവ് മരിച്ചതിന് ശേഷം വലിയ കുഴപ്പമില്ലാതെ നടന്നു.
അത്ര വലിയ ഇതില്ലായിരുന്നു, അത്ര ആർഭാടമൊന്നുമില്ല. വലിയ ആർഭാടം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ തന്നെയല്ലേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പണിക്ക് പോയിരുന്നു 4 മാസം, 4-5 മാസം ഞാൻ വർക്കിന് പോയിരുന്നു. ആ ടൈമിൽ എനിക്ക് ആർഭാടം കാണിക്കാനോ വേറുള്ളത് കാണിക്കാനോ ടൈമില്ല. എൻ്റെ മക്കളുടെ പിന്നാലെ ബാക്കിയുള്ളതിൻ്റെ പിന്നാലെ നടക്കലായിരുന്നു എൻ്റെ പണി. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഫാഷൻ ഷോ നടത്തലല്ല എൻ്റെ പണി. അങ്ങനെയായിരുന്നു. 4-5 മാസം ഞാൻ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. ഇക്ക മരിച്ച് 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഞാൻ വർക്കിന് ഇറങ്ങി. അങ്ങനെ 4-5 മാസം ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിലത്തെ വരുമാനം കൊണ്ടല്ല ഞാൻ ജീവിച്ചത്. ഇപ്പൊ കിട്ടുന്നതാണ് എനിക്ക് സോഷ്യൽ മീഡിയയിലെ വരുമാനം. ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഈ 50,000 രൂപ മാത്രമാണ് ഈ ചികിത്സാ ചെലവിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവര് പറയുന്ന ലക്ഷങ്ങൾ, എന്ത് ലക്ഷങ്ങൾ വന്നു? ആര് ഇപ്പൊ കമന്റ് ഇടുന്നവരേ അല്ല എനിക്ക് പൈസ അയച്ചു തന്നിരിക്കുന്നത്. അല്ലാത്ത ആൾക്കാർ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നതില് കമന്റ് ഇടാത്തവര് ആൾക്കാർ വന്നിട്ട് എനിക്ക് സഹായിക്കുന്നവരാണ്. കമന്റ് ഇടുന്നവർ വെറും മോശം കമന്റുകളും അല്ലെങ്കിൽ ദൂർത്തടിക്കണോ അങ്ങനെ ഇങ്ങനെ പറയാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് അതിന് സാധിക്കുള്ളൂ, അല്ലാണ്ട് അവർക്ക് സഹായിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പെൺകുട്ടി ഉണ്ട്, മഷൂറ പറഞ്ഞിട്ടൊരു പെൺകുട്ടി, ഭർത്താവ് മരിച്ചതാണ്, ഇതേപോലെ തൂങ്ങി മരിച്ചതാണ്. അവളുടെ ഹസ്ബൻഡ് ഇതേപോലെ വേറൊരു പെണ്ണിന്റെ കൂടെ പോയി. പെണ്ണിന്റെ കൂടെ പോയതിന് ശേഷം ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അയാൾ തൂങ്ങി മരിച്ചു. അതിലൊരു 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് അവൾ റബ്ബർ പാലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ ജീവിക്കുന്നത്. അവളെ ഇതേപോലെ ഒരു വീട് കെട്ടിയിട്ടുണ്ട്. അവൾക്ക് അവളുടെ വീട്ടുകാർ സഹായിച്ചിട്ട് വീട് കെട്ടി. അതിൽ അവളുടെ അക്കൗണ്ട് നമ്പർ ബാക്കിയുള്ളത് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് വീടിന് വേണ്ട സഹായം അവൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അങ്ങനെയാണ് പറഞ്ഞാൽ അവളുടെ വീട് എപ്പോഴും അവൾ കയറ്റി അവൾ ഇരുന്നിട്ടുണ്ടാവില്ലേ? ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എനിക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു 3 സെന്റ് സ്ഥലം ഉടനെ മേടിക്കുക, ഒരു വീട് കയറ്റാം. അത്രയും ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതാ ചെയ്യാം ഫസ്റ്റ്. അല്ലാണ്ട് ഞാൻ പല ലക്ഷങ്ങൾ കൊണ്ട് ദൂർത്തടിക്കാൻ നിൽക്കില്ല. ഈ പറയുന്ന മഷൂറായിട്ടും ഷാഹിദയ്ക്ക് ഒരു പ്രശ്നങ്ങളുണ്ട്. മഷൂറായിട്ട് പ്രശ്നങ്ങളൊന്നും എനിക്കില്ല, പൊതുവെ പ്രശ്നങ്ങളൊന്നുമില്ല. അവള് എൻ്റെ കല്യാണം നിക്കാഹ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് അവളൊരു വീഡിയോ ഇട്ടു. അവളെ വെറുതെ പറയാണ്, അവളുടെ നിക്കാഹൊന്നും കഴിഞ്ഞിട്ടില്ല, അവൾക്ക് ഞാൻ ഈ ചെയിന് മാത്രം, ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല, ചെയിന് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലോക്കറ്റ് പിന്നെയാണ് വന്നത്. അപ്പോൾ ഇവള് പറഞ്ഞു അതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരു വീഡിയോ ഇട്ടു. അതിന് താഴെ ഞാൻ കുറേ കമൻസ് ഇട്ടു. നിനക്ക് നിന്റെ വീഡിയോ ചെയ്താൽ പോരെ, നിന്റെ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് പറഞ്ഞിട്ട് ഞാൻ കമന്റ് ഇട്ടു. ആ കമന്റ് ഇട്ടതിൻ്റെ ശേഷം അവൾ എനിക്ക് വിളിച്ചു, കോൾ ചെയ്തിട്ട് അവള് ഷാജിദ ഞാൻ അങ്ങനെയാണ് അറിയാണ്ട് പറഞ്ഞു പോയതാണ്, അതാണ് ഇതാണ് അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിനക്ക് അറിയാത്ത കാര്യങ്ങൾ നീ പറയാൻ പാടില്ലായിരുന്നല്ലോ, നീ എന്തിനാ നിന്റെ വീഡിയോയിൽ നിന്റെ മക്കളിൽ നിന്നെയും കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അങ്ങനെ അവൾ എൻ്റെ അടുത്ത് പ്രഷർ തുടങ്ങി. നിനക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ്, അങ്ങനെ എങ്ങനെ കൊണ്ട് ഇവള് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി എൻ്റെ അടുത്ത്. ഷൗട്ട് ചെയ്തതിന് നേരെ തിരിച്ച് ഞാൻ ഷൗട്ട് ചെയ്തു. നീ ഓവറായിട്ട് സംസാരിക്കണ്ട, നീ ഓവറായിട്ട് എൻ്റെ വീഡിയോസ് ഇനി നീ ഇട്ടുകയാണെങ്കിൽ ഞാൻ നിന്റെ ചാനലിൽ ഞാൻ റിപ്പോർട്ട് അടിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സത്യം തന്നെ പറഞ്ഞത്. 10-50 ആൾ റിപ്പോർട്ട് അടിച്ച് നിന്റെ ചാനലിൽ പോയി കിട്ടും, നീ വല്ലാണ്ട് തുള്ളണ്ടാന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അതിനുള്ള കാര്യങ്ങൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്, അവൾ സംസാരിച്ചതിനുള്ള റെക്കോർഡ്. എന്നിട്ട് അവൾ ഉടനെ തന്നെ എൻ്റെ കോള് കട്ടാക്കി ഉടനെ തന്നെ അവൾ വീണ്ടും വന്നു, വീഡിയോ ആയിട്ട് വന്നു. ഷാജിദ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കരഞ്ഞിട്ടൊക്കെ വന്നു. അവൾ എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പറഞ്ഞിട്ട് ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ ഇങ്ങോട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അഹങ്കാരം കൂടുതലാണ്, മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെയാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ വേറെ ഒരാൾക്ക് അറിയില്ലല്ലോ, ഇവള് വന്ന് വീഡിയോ ഇടുന്ന മാത്രം. എനിക്ക് പിന്നെ എൻ്റെ ചാനലിൽ മറ്റൊരാളിനെ കുറിച്ച് പറയണത് എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. വേറൊരു റിയാക്ഷനായിട്ടൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇപ്പോൾ മഷൂറിൻ്റെ ആയിക്കോട്ടെ, വേറെ കുറേ വീഡിയോസുകൾ ചെയ്യണ പോലെ തന്നെ എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം, ഞാനത് ചെയ്യാറില്ല. ഇതുവരെയായിട്ടും ഷാജിദ മറ്റൊരാളെ കുറിച്ച് പറയാ പറഞ്ഞാൽ എന്നെ കുറിച്ച് പറയുന്നതിന് ഞാൻ മറുപടി കൊടുക്കും. അല്ലാണ്ട് എൻ്റെ ചാനലിൽ അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അല്ല, പക്ഷേ ഷാജിദയുടെ ചാനലിൽ തന്നെയല്ലേ വീട്ടുകാരെ കുറിച്ചുള്ള ആരോപണങ്ങളും വന്നത്? ഏത് വീട്ടുകാരനെ കുറിച്ച്? മറ്റേ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞത്. അത് ഞാൻ എൻ്റെ കുടുംബമല്ലേ പറഞ്ഞത്, അത് എൻ്റെ അല്ല. ഇപ്പൊ ഷാജിദ പറഞ്ഞത് എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ മാത്രം പറയണുള്ളൂ. അല്ല, എൻ്റെ കുടുംബം പെടുമല്ലോ, എൻ്റെ ഇക്കാൻ്റെ ആൾക്കാർ പെടുമല്ലോ. അത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ ആൻസർ ചെയ്തത്. ഷാജിദ പറഞ്ഞതും അങ്ങനെയാണ്. അല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചത് അങ്ങനെയാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് മഴവിൽ കേരളത്തിലായാലും എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത് നിങ്ങളുടെ ജീവിതകഥ പറയാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഇക്കാന്റെ പ്രശ്നങ്ങളും പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ എൻ്റെ ഇക്കാനെ കുറിച്ച് പ്രശ്നങ്ങൾ നിങ്ങൾ അത് അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. എന്റെ കഥകൾ എൻ്റെ ഇക്കാന്റെയും എൻ്റെ കുടുംബ കഥകളൊക്കെ ഞാൻ വരും, അത് ഉറപ്പായിട്ടും വരുന്നതാണല്ലോ.
അല്ലാണ്ട് യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് എടുത്തു പറയണം, അത് എടുത്തു പറയണം. യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷാജിദ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംസാരം ഉണ്ടായി, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ തന്നെ ഷാജിദ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാജിദ ഓരോരുത്തരുടെയും പേരെടുത്ത് ഷാജിദ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതിന് ശേഷം അത് പറയാൻ കാരണമുണ്ട്. കാരണം എന്നെ ഇപ്പോൾ സഫീന ബീവി ആണ് ഈ സംഭവം കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് സംസാരിച്ചത്. സഫീന ബീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ഇന്ന യൂട്യൂബറാണ്, ഇന്ന യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് എൻ്റെ വീഡിയോ ഇട്ടതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അല്ലാണ്ട് അവരുടെ കുറിച്ചൊരു വീഡിയോ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഷാജിദയുടെ വീഡിയോ ആദ്യകാലങ്ങളിലുള്ള വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടാണ് ഷാജിദേനെ 4 ആൾ അറിയാൻ തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ആരും എടുത്ത് ചെയ്തിട്ടില്ല. ആകെ ചെയ്തിരിക്കുന്ന ഇറ്റ്സ് മീ ഗൈസ് മാത്രമാണ് എന്റെ വീഡിയോ എടുത്ത് ചെയ്തിരിക്കുന്നത്. ഒരാളെ ചെയ്തിട്ടുള്ളൂ. അതിന് അവനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഞാൻ നല്ലതന്നെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവൻ എനിക്ക് തിരിച്ച് വേറെ എതിരുള്ള ഒരു വീഡിയോ ചെയ്തപ്പോഴാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൻ ചെയ്തപ്പോഴാണ് ഞാൻ അവനെ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞത്. അല്ലാണ്ട് ആരിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ഷാജിദ ഈ അവരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴാണോ ഷാജിദ അഹങ്കാരിയായി മാറുന്നത്? അതെനിക്കറിയില്ല. അത് അവർക്ക് തോന്നുന്നതായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള കേസുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ ആരായാലും പ്രതികരിക്കില്ലേ? ഒരു ഗർഭമൊക്കെ ഒരു പെൺകുട്ടിക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെയായാലും വേറെ ഉള്ളത് എന്തോ ആയിക്കോട്ടെ, ഞാൻ അഹങ്കാരിയാണ്, ബാക്കിയുള്ളതാണ്, ദൂർത്തടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അല്ലാത്ത പക്ഷം ഇപ്പോൾ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കേസുകളാണല്ലോ. അത് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ എതിർത്ത് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മിണ്ടാതിരുന്നാൽ ചിലപ്പോൾ അത് സത്യമായി പോകും. ഞാൻ ഈ സംഭവം മിണ്ടാതിരുന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് അവർ വിചാരിക്കും. പക്ഷെ അത് സത്യമല്ല എന്ന് എനിക്ക് തെളിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും വേറൊരു എൻ്റെ വീഡിയോയിൽ സംസാരിക്കുമ്പോഴും എൻ്റെ ടോക്ക് ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് വിചാരിക്കും അവൾക്ക് അഹങ്കാരം കൂടുതലാണ്, അവളുടെ ആറ്റിറ്റ്യൂഡ് അവൾക്ക് കൂടുതലാണ് എന്നൊക്കെ അവർ സ്വാഭാവികമായിട്ട് വിചാരിക്കും. ഇപ്പോൾ ഷാജിദ പൊതുവെ ഈ 5 മക്കളെയും കാണിച്ചിട്ടാണ് സോഷ്യൽ മീഡിയ വഴി പണം സമ്പാദിക്കുന്നതെന്നൊരു ആരോപണം. സോഷ്യൽ മീഡിയയിൽ എന്ത് പണം എനിക്ക് കിട്ടുന്നത്? ഞാൻ എൻ്റെ വീഡിയോ ചെയ്യണു, അതിനുള്ള പേയ്മെൻറ്റ് എനിക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഇപ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ഷങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ 3 ലക്ഷം 4 ലക്ഷമൊക്കെ വ്യൂസ് ആയിട്ടുണ്ട്. അതിനുള്ള വരുമാനം നിങ്ങൾക്കല്ലേ കിട്ടുന്നത്? നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ടോ? നിങ്ങൾക്ക് കൊണ്ടേ തരുന്നല്ല പറഞ്ഞു. ഷാജിദയുടെ ചാനലിൽ ചെയ്യുന്നത്, ഷാജിദയുടെ ചാനലിൽ ചെയ്യുന്നത് ഈ മക്കളെ കാണിച്ചിട്ട്, മക്കളല്ല പിന്നെ എന്റെ മക്കളല്ലേ എനിക്ക് കാണിക്കാൻ പറ്റും. മക്കളെ കാണിച്ചിട്ട് ബാക്കിയുള്ളവരായി എനിക്ക് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അക്കൗണ്ടിലേക്ക് കുറെ പൈസയൊക്കെ വന്നില്ലേ? ഇല്ല അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത് മക്കളെ കാണിച്ചിട്ടോ? എനിക്ക് 5 മക്കളുണ്ടെന്ന് എനിക്ക് 5 മക്കളുണ്ടെന്ന് പറയുന്നത് എനിക്ക് ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഈ മക്കൾക്ക് സഹായിക്കുന്ന ഞാൻ ഒരിക്കലും ഏത് ചാനലിലും പറഞ്ഞിട്ടില്ല. എനിക്ക് 5 മക്കളാണുള്ളത്, എനിക്ക് 5 മക്കളുണ്ട്, എനിക്ക് ഇന്ന അസുഖമാണ്. അത് ആ അസുഖത്തിന്റെ വീഡിയോ ചെയ്യണേല് ഞാൻ 5 മക്കളെ കാണിക്കണില്ല. ഞാൻ എൻ്റെ മോനെ മാത്രം, എൻ്റെ 2ാമത്തെ മോനെ മാത്രം കൂടെ നിർത്തിയിട്ട് എനിക്ക് ഇതേപോലെ എൻ്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനിത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വിളിച്ച് പറഞ്ഞതാണ്, ഷാജി നീ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യ്, ഞങ്ങൾ എല്ലാവരും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, ആ വീഡിയോ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ഒരാളുടെ അടുത്ത് കൈ നീട്ടിയിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ മക്കളെ പോറ്റണമെന്ന് ഒരാവശ്യമില്ല, ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ബാക്കിയുള്ളത് ഇട്ടത് ഓരോരുത്തർ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര സഹായിക്കാമെന്ന്, എനിക്ക് ഇങ്ങനെ എത്തി മക്കൾ എന്നുള്ളൊരു പേരുണ്ട്. കാരണം ഉപ്പ മരിച്ചത് പറഞ്ഞാൽ എത്തി മക്കൾ, ആ എത്തി മക്കൾക്ക് ഞങ്ങൾ ഇന്നത് പൈസ അയക്കാമെന്ന് നേർച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് അയച്ചു തരുന്നതാണ്. അല്ലാണ്ട് ഒരിക്കലും ഒരാളുടെ അടുത്തും എൻ്റെ ഈ 5 മക്കളെ നോക്കാൻ എനിക്ക് പൈസ വേണമെന്ന് ഞാൻ ഒരാളുടെ അടുത്തും കെഞ്ചിയിട്ടില്ല. ഇല്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ആരോപണം വരുന്നുണ്ട്. ആരോപണം പലതും വരുന്നുണ്ടല്ലോ. ഇപ്പൊ റീസെന്റ് ആയിട്ട് പുതിയ ആരോപണങ്ങളാണല്ലോ വരുന്നത്. നാത്തൂന്റെ ഒരു ആരോപണം വരുന്നുണ്ട്, ഷാജിദ വെറും പിഴയാണെന്നുള്ള രീതിയിലുള്ള സംസാരം. അത് അവരിതിന്റെ കൂടെ പറഞ്ഞതാണല്ലോ. അതിന്റെ കൂടെ പറയുന്നുണ്ട്. അത് അവർക്ക് തന്നെ അറിയുള്ളൂ. ഞാൻ അതിനിപ്പോ പിഴയാണെന്ന് തെളിയിക്കാൻ അവളുടെ വല്ല തെളിവുണ്ടെങ്കിൽ അവൾ കൊണ്ടിരട്ടെ. പിഴയാണെന്ന് പറയുന്നതിന് എന്തെങ്കിലും തെളിവുകൾ അവളുടെ ഭാഗത്ത് വേണമല്ലോ. ആ തെളിവുകൾ കൊണ്ടിരട്ടെ പിഴയാണെന്നുള്ളതിന്. പിഴയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ട എന്താ പറയുക, പൊതുവെ പിഴയ്ക്ക് എന്താ പറയുക, പല ആണുങ്ങളുടെ കൂടെ കറങ്ങിയിട്ടും ബാക്കിയുള്ളതും അല്ലെങ്കിൽ പല സ്ഥലത്ത് വെച്ചും പിടിച്ചിട്ടൊക്കെ ഉള്ളതാണ് പിഴ എന്ന് പറയുക. ആ ഒരു സംഭവം ഇവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൈയോടെ പൊക്കിയിട്ടുണ്ടോ എന്നൊക്കെ ആണെങ്കിൽ ഇവിടെ പറഞ്ഞതിന് ഓക്കെ. അല്ലാണ്ട് ഒരു പെണ്ണിനെ പിഴ എന്ന് പറയുക, അത് ഇവളുടെ മകളിനെ കുറിച്ച് ഞാൻ പറയാം. ഇവളുടെ മകള് ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞതിന് മുന്നൊന്നും ഒരാളുടെ കൂടെ ഇതാക്കുക കറങ്ങാനോ നിന്നിട്ടില്ല. പക്ഷെ ഇവളുടെ മകള് കല്യാണം കഴിഞ്ഞതിന് മുന്നേ ഇവൾക്ക് എന്നോട് പ്രഷർ കൂടാൻ കാരണം ഇതാണ്, മെയിൻ അവളുടെ മകളുടെ കാര്യമാണ്.
അവളുടെ മകൾ ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സ്നേഹിച്ച് ചെക്കനായിട്ട് കെട്ടിച്ചു കൊടുക്കാണ്ട് അവർ തമ്മിൽ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടു. നമ്മുടെ നാട്ടിലുള്ള ചെക്കൻ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ വഴി പരിചയപ്പെട്ടു. 5-6 മാസം ഇവള് ചാറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതൊന്നും ഇവൾക്ക് അറിയില്ല. പിന്നീട് ഇവൾക്ക് 3 പെൺകുട്ടികളാണ്. അങ്ങനെ രണ്ടാമത്തെ മോള് ഇവരുടെ ഫോൺ പിടിച്ചപ്പോഴാണ് ഇവരുടെ ചാറ്റിംഗ് ഫുള്ള് ലിസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അളിയനായിട്ട് സംസാരിച്ച് അളിയൻ പറഞ്ഞു അങ്ങനെ ഈ പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് റൂമിലിട്ട് അടയ്ക്കലും തല്ലലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഇതെല്ലാ പ്രശ്നങ്ങളും എല്ലാ കുടുംബത്തിലും അറിഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടീനെ ഒരിക്കൽ ഞങ്ങൾ ഒന്നാമയിൽ ഇക്കുള്ള ടൈമിൽ തന്നെ നാട്ടിലിരിക്കുമ്പോൾ തന്നെ ഈ പെൺകുട്ടീനെ രണ്ടാമത്തെ ഏട്ടൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിരിക്കുന്നു കണ്ടു. അപ്പം ഞാൻ ആ താത്താൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം, ക്ലാസ്സുള്ള ടൈമിൽ ഇവളെന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഷാജി ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവളുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്തൊരു താത്താൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാഴ്ച മുന്നേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ ടൈമിൽ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു അമ്മായിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. ഞാൻ ഇന്ന അയാളായിട്ട് സ്നേഹിച്ചിരിക്കുകയാണ്, ഉമ്മ സമ്മതിക്കണില്ല, ഉപ്പ സമ്മതിക്കണില്ല, ഭയങ്കര പ്രശ്നമാണ്, എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവൾക്ക് 18 വയസ്സ് തികയാൻ എന്തോ ഒരു ഡേറ്റ്, കുറച്ച് മാസങ്ങൾ എന്തോ ഉണ്ട്, ഈ മാസം കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ കുട്ടി പറഞ്ഞു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇവർ തീരുമാനിച്ചത് ഒളിച്ചോടാനുള്ള തീരുമാനമായിരിക്കും, രജിസ്റ്റർ വിവാഹം അങ്ങനെയായിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുട്ടി വല്ല ആത്മഹത്യക്കുള്ള ശ്രമമായിരിക്കും. അപ്പം ഞാൻ അവളോട് പറഞ്ഞു വീട്ടുകാരോട് സമ്മതിപ്പിക്കുക പറഞ്ഞിട്ട്, അമ്മായിക്ക് അറിയില്ല ഞങ്ങൾ. അപ്പോൾ ഇവരെല്ലാ ഭാഗത്തും എറണാകുളം ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഈ കുട്ടി കോളേജിൽ വരുന്ന ടൈമിൽ ഇവൻ വന്ന് വിളിച്ചിട്ട് പോലും കറങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ പാലക്കാട് വെച്ചിട്ട് ഇവർ രണ്ടാളും കൂടി ഓട്ടോറിക്ഷയിൽ ഇരിക്കും. പിന്നെ ഓട്ടോ ഡ്രൈവറൊക്കെയാണ്, ഓട്ടോ കാർ ഇങ്ങനത്തെ ഡ്രൈവറാണ്. അപ്പോൾ ഈ കുട്ടീനെയും ഇവനെയും കൂടി കണ്ടിട്ട് പിടിച്ചു, പോലീസുകാർ പിടിച്ചു. എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവൻ്റെ വീട്ടിലത്തെ ആൾക്കാർ രാഷ്ട്രീയക്കാരൊക്കെ കൂടിയിട്ടാണ് ഇവരെ ഇറക്കിയത്. അങ്ങനെ 2-3 പ്രാവശ്യം ഇവനെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവളുടെ മകളാണ് പിഴ, ഞാനാണോ പിഴ? ഇവളുടെ മകളാണ് ഇങ്ങനെ കറങ്ങിയതും ബാക്കിയുള്ളതും അവനായിട്ട് കറങ്ങിയതൊക്കെ. എന്നിട്ട് ഇവള് ഇത് അറിഞ്ഞിട്ടും ഇവനെ പിടിച്ച് കെട്ടിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കൊട്ടക്കുന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്, ആ സ്ഥലം അവൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആ ചെക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും അവർക്ക് ഇതല്ല എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിപ്പിക്കില്ല എന്നുള്ളൊരു വാശിയിലായിരുന്നു ഇവള്. കഴിപ്പിച്ചു കൊടുക്കില്ല. ഇവൾക്ക് അതിൻ്റെ ശേഷം വക്കീൽ, എഞ്ചിനീയറിങ്, ഡോക്ടർ ഇങ്ങനെയുള്ള അവൾക്ക് വലിയ ആൾക്കാരനായിട്ടാണ് ഇവൾക്ക് കണ്ടിട്ടുണ്ടായത്. അവള് കാരണം നാത്തൂന് മോളിൽ അങ്ങനെ കെട്ടിക്കുള്ളൂ എന്നുള്ള. പക്ഷെ ഇവൻ എന്നെ മതി എന്നുള്ളതും ഇവളെ എന്നെ മതി എന്നുള്ളതും, ഇവനും എന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, ഇവളും എന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ആ കല്യാണമൊക്കെ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം തോന്നുന്നു, ഞാൻ മൂത്തശ്ശിനോട് പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യനായിട്ട് ഞാൻ പറഞ്ഞു, എന്തിനാ ആ പെൺകുട്ടിനെ വെറുതെ കൊലയ്ക്ക് കൊടുക്കണത്, അവനെ ഇഷ്ടമാണെങ്കിൽ അവളെ പിടിച്ച് കെട്ടിച്ചൂടെ, എങ്ങനെയായാലും ഒരുത്തനെ പിടിച്ച് കെട്ടിക്കണം, അതിപ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ സ്ഥിതിക്ക് അവളെ പിടിച്ച് കെട്ടിക്കില്ല നല്ലതെന്ന് ചോദിച്ചപ്പോൾ ആയമ്മ പറഞ്ഞു എൻ്റെ അടുത്ത്, അങ്ങനെയൊന്നും പറ്റില്ല, നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അതിൽ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നാത്തൂനല്ല, മൂത്തശ്ശി, എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യ പറഞ്ഞു. ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യൻ്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്, അത് നിനക്കറിയില്ല, അവർ കുറേ അതിലെന്തൊക്കെയോ ട്രാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് വിട്ടു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഈ നാത്തൂനും ബാക്കിയുള്ളതും ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ വൻ പ്രശ്നമായി. അപ്പോൾ അങ്ങനെ ഇക്കാൻ്റെ ഏട്ടൻ, രണ്ടാമത്തെ ഏട്ടൻ, നീ ആരടി എൻ്റെ പെങ്ങളുടെ മകളിനെ കെട്ടിക്കാൻ, നീയാണില്ലേ ഇവളെ കൂട്ടി കൊടുത്തത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഭയങ്കര മോശമായിട്ട് എന്നിട്ട് സംസാരിച്ചു. ഞാൻ ഈ കഥ അറിയണത് അന്നാണ്. പക്ഷെ ഇവർ 5-6 മാസമായിട്ടുള്ള പ്രണയവും ഒരു വീട്ടുകാരും ഒക്കെ തല്ലലും ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവർ അന്നത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് അവർ പറഞ്ഞു ഞാനാണ് ഇവരെ യോജിപ്പിക്കുന്നത്, ഞാനാണ് ഇവരുടെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര മോശമായിട്ട് എന്നോട് സംസാരിച്ചു. ഏട്ടൻ എന്നെ തല്ലാനൊക്കെ വന്നു, അങ്ങനെയൊക്കെ ആയി. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അന്നാണ് ഈ നാത്തുമാരും ബാക്കിയുള്ളവരായിട്ടൊക്കെ തെറ്റണത്, ഇക്കി ഞാനും ഒക്കെ കൂടിയിട്ട് തെറ്റണത്. എന്നിട്ട് അവർ സ്വാഭാവികമായിട്ടും ആ ചെക്കനെ പിടിച്ച് കെട്ടിക്കുകയും ചെയ്തു. ഞങ്ങൾ തല്ലുകൂടി കഴിഞ്ഞ ആ ഒരു പിറ്റത്തെ ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞതും അവനായിട്ട് എന്നെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇക്കും നാത്തിനും കൂടി ഒരു ഇടപാടുണ്ട്, എന്തോ ഒരു ഗോൾഡ് പണയം വെച്ചതിൻ്റെ ഒരു ഇടപാടുണ്ട്. അപ്പോൾ അളിയൻ വിളിച്ചു, ഈ കല്യാണത്തിൻ്റെ കുറച്ച് ദിവസം മുന്നായിട്ട് വിളിച്ചിട്ട്, കബീറ ഇങ്ങനെ ഗോൾഡ് എടുത്തു തരണം, ഇതേപോലെ മോളുടെ കല്യാണമാണ്, അപ്പോഴേക്ക് എനിക്ക് ഗോൾഡ് എടുത്തു തരണം, 1 പവനം എന്തോ ഉണ്ട്, അപ്പോൾ എടുത്തു തരണതാണ്. അപ്പോൾ ഇക്ക എടുത്ത വഴിക്ക് പറഞ്ഞു, ഷാജിനെ കുറച്ച് അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഷാജിനായിട്ട് റംലു മാപ്പ് പറയുകയാണെങ്കിൽ, റംലു നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ ആ സാധനം എടുത്തു തരുള്ളൂ, ഇല്ലെങ്കിൽ എടുത്തു തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അളിയൻ ഫോൺ കട്ടാക്കി.
എടുത്ത് തരില്ല പറഞ്ഞിട്ട് ഇക്ക പറഞ്ഞു അങ്ങനെ. അപ്പം അത്രയും ഇക്ക എന്നായിട്ട് ദേഷ്യമുള്ളൊക്കെയാണ്, എനിക്ക് കാമുകന്മാരുണ്ട് പറഞ്ഞാൽ ഇക്ക എന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ? എന്നായിട്ട് മാപ്പ് പറയാൻ പെങ്ങളോട് പറയുമോ? ഇല്ലല്ലോ, ഒരിക്കലും പറയില്ലല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇക്ക ഷാജിനോടിട്ട് അവൾ ആദ്യം മാപ്പ് പറയട്ടെ, എന്നതിന് ശേഷമാണ് ആ ഗോൾഡ് നിനക്ക് തരുള്ളൂ എന്ന് പറഞ്ഞോളൂ എൻ്റെ അടുത്ത്.